എനിക്ക് പുറകിൽ കാണുന്നതാണ് ഏഷ്യൻ ഗെയിംസ് നടന്ന മെയിൻ സ്റ്റേഡിയം കേട്ടോ. നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വെയിൽ, അതുകൊണ്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. ഉണ്ടല്ലേ? ശരിക്കും ഈ സ്റ്റേഡിയം കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ, നേരിട്ട് വന്ന് കാണാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പമാണിത്. അത്രത്തോളം വലിപ്പം നമുക്കിതിനകത്ത് കാണുമ്പോൾ അത്ര തോന്നൂല. ഇതിനകത്ത് 80,000 ആൾക്കാർക്ക് ഒരൊറ്റ പ്രാവശ്യം ഇരിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു സ്റ്റേഡിയമാണ് ഇത്. ഇത് ലോട്ടസിന്റെ ഒരു ഷേപ്പല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതിനകത്തായിരുന്നു ഏഷ്യൻ ഗെയിംസ് നടന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പൊ അവിടെ ഇതുപോലെ ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടതുപോലെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഇരിപ്പിടങ്ങൾ അവരിങ്ങനെ ലേക്കിന്റെ ഈ പാർക്കിന്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഇതുപോലെ സോളാറിന്റെ കുറെ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. രാത്രിയായിട്ടുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ. ഈ പുറകിൽ കാണുന്ന ബിൽഡിങ്ങുകൾക്കെല്ലാം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ രാത്രിയിൽ ഇതുപോലെ വന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. അത് ഒരു പ്രത്യേക സുഖ. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആരും അവിടെ ഇവിടെ അങ്ങനെ വേസ്റ്റ് ഇടുവൊന്നുമില്ല. സൈക്കിള് പോലെ ചവിട്ടുകയും ചെയ്യാം, ബൈക്ക് പോലെ ഓടിക്കുകയും ചെയ്യാമോ? ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാ സൈക്കിൾ ഓടിക്കുകയും ചെയ്യാം. അല്ലേ എന്തൊക്കെയല്ലേ, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണല്ലേ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ തരത്തിലുള്ള കാഴ്ചകളായിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള കൂട്ട് ചെടികളാണ് കൊടുത്തിരിക്കുന്നത്. എത്ര മനോഹരമാക്കിയാണ് ആ ഏരിയകളൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കിക്കേ, പൂക്കളൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു ഡെസ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ വന്നിരുന്ന് ചായയൊക്കെ വേണമെങ്കിൽ കുടിക്കാൻ വേണ്ടിയൊക്കെ, വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വന്നിരുന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ചൈനയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോഴൊന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ കേട്ടോ, ഇന്നലെ ഇട്ട വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കേട്ടോ ഇത്. കാരണം എൻ്റെ വീഡിയോ ഇന്നലെ കണ്ടവർക്കറിയാം. അപ്പം ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പം അവിടുന്ന് ഞങ്ങൾ നടന്ന ഈ സ്റ്റേഡിയത്തിലോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നല്ലോ ഒളിമ്പിക്സ് നടന്നത്. ആ സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടു പുറകിലും ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വോളിബോൾ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മനോരമയിലും അതുപോലെ തന്നെ കേരള കൗമുദിയിലെല്ലാം വാർത്തയായിട്ട് ഞങ്ങളുടെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കട്ടിങ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പം മാതൃഭൂമിക്കാരൊക്കെ എന്നെ വിളിച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരാരും ഈ ചൈനയുടെ മനോഹാരിതയോ ചൈനയുടെ ഡെവലപ്മെൻറ്റ്സോ അതിനെക്കുറിച്ചൊന്നും അവര് ആ വീഡിയോകളിൽ പറഞ്ഞിട്ടില്ല. കേരള കൗമുദി കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവർക്ക് വീഡിയോസ്, ഇവിടെയുള്ള കാര്യങ്ങൾ, അന്നൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും റേഡിയോ മാംഗോ എന്ന് വിളിച്ചിട്ടും കൗമുദി, മാതൃഭൂമി, ഇവരെല്ലാം എന്നെ വിളിച്ചിട്ടായിരുന്നു ഡീറ്റെയിൽ എടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഭയങ്കര ഭംഗിയല്ലേ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. ശരിക്കും നിങ്ങൾ ഇതിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചൈനയുടെ ഒരു ബ്യൂട്ടി? കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലങ്ങളിലും ഇവർ വേസ്റ്റ് ഇടുവോ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം നീറ്റായിട്ട് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി പറ്റിയത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഞങ്ങൾ ഇതിൻ്റെ മേലെ കയറി പോയിട്ടോ, ഈ സ്റ്റേഡിയത്തിൻ്റെ മേലെ. അപ്പം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഏത് രാജ്യക്കാരാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടായിരിക്കും. അല്ല, അതുകൊണ്ട് തന്നെയല്ല, ഇവിടെ ഒരുപാട് വലിയ ഇന്റർനാഷണൽ പ്ലെയേഴ്സൊക്കെ വന്ന് കളിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കണമല്ലോ. അതുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മളെ കയറ്റിയൊന്നും വിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ആ സ്റ്റേഡിയം കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വരെ നിങ്ങൾക്ക് പ്രവേശനമുള്ളൂ, ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ പുറത്താക്കി. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുകൂടിയുള്ള കാഴ്ചകളൊക്കെ കൊണ്ട്
നടന്നതാ. ഇവിടെയാണ് ഞങ്ങൾ കയറി. പക്ഷെ അവിടെ നിന്നാൽ അടിപൊളി വ്യൂ ആയിരുന്നേ. ഇതിൻ്റെ മേലെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ടാണ് സെക്യൂരിറ്റി ഞങ്ങളെ പുറത്താക്കിയത്. ശരിക്കും അതിൻ്റെ മേലെ കയറി നിന്നിട്ട് മൊത്തത്തിൽ ഈ ഹാൻജോ ഫുള്ള് കാണാൻ ഭയങ്കര വ്യൂ ഒക്കെ ആയിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെ അവിടുന്ന് പുറത്താക്കി. ഞങ്ങൾ നിരാശയോടെ പോകും. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എല്ലായിടത്തും ഇതുപോലെ വണ്ടിയിലാണ് കേട്ടോ ആൾക്കാർ നടക്കുന്നത്. പിന്നെ ഇവിടെ നിന്നും ഇങ്ങനെ കാണാൻ വേണ്ടി കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങളുടെ യാത്ര അങ്ങനെ കുറേ നേരം അങ്ങനെ അതിലെ കൂടെയൊക്കെ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കൊണ്ടുപോകും. നോക്കി ക്യാമറകൾ നോക്കിക്കേ, എവിടെ നോക്കിയാലും ക്യാമറകളാ. അതുകൊണ്ട് നമ്മൾക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ചൈനയിൽ ഭയങ്കര, അതുകൊണ്ടാണ് ചൈനയിൽ സേഫ്. ക്യാമറകൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാണ്. അത് കഴിഞ്ഞതാ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്ഥലത്താണ്. ഏതെല്ലാം ഓരോ വർഷവും ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷവും ഏതെല്ലാം കൺട്രിയിലാണെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അത് ഇവിടെ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലത്തിന്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ഇവിടെ വന്ന് നോക്ക്, ഏതാ രാജ്യം നോക്കിക്ക്. ന്യൂഡൽഹി. നിങ്ങൾ നോക്ക്, കണ്ടു. ആദ്യം നമ്മുടെ രാജ്യത്തിന്റെ പേരാ ഉള്ളത്. പിന്നെ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യ. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്ന ഇന്ത്യ 1951. അതാ ഇവിടെ ഇയർ എഴുതിയിട്ടുണ്ട്. 1951 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇതെല്ലാം അതുപോലെ ഓരോ രാജ്യത്തിന്റെയും പേര് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നടന്നത് മനില, ടോക്കിയോ, അങ്ങനെ ഓരോ ഏഷ്യൻ ഗെയിംസ് നടന്ന. നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷം തോന്നുന്നില്ല ന്യൂഡൽഹിയിൽ ഇവിടെ കണ്ടിട്ട്? പിന്നെ ഇന്ത്യ വെച്ച് നടന്നു. പിന്നെ എവിടെയാണ് കാണിച്ചു തരാം. നീ വരുമ്പോ എന്റെ ബാഗും കൂടെ ഒന്ന് എടുക്കോടാ. 1982 പിന്നെ ഇന്ത്യയില 1982 കാണിച്ചിട്ട്. അതെ, ന്യൂഡൽഹി. ഇന്ത്യ. ഇത് അവിടെ നിന്ന് രാത്രിയിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ ടൗണിലോട്ട് മെട്രോയിലാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് മെട്രോയിൽ പോകാം കേട്ടോ. ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷന് താഴോട്ടിറങ്ങണം കേട്ടോ. എല്ലാ മെട്രോ സ്റ്റേഷനുകളും അണ്ടർഗ്രൗണ്ടിലാണ്. ഇത് നിങ്ങൾ നോക്കിക്കേ, എന്തോരം താഴത്തിലാണ്, എത്ര താഴത്തിലാണ് മെട്രോ സ്റ്റേഷനുള്ളത് നോക്കി. എനിക്ക് തോന്നുന്നു ചില മെട്രോ സ്റ്റേഷനൊക്കെ ഇതുപോലെ ഒരു 5 നില താഴോട്ട് പോകണം. അത്രയും താഴെ ആണ് ചില മെട്രോ സ്റ്റേഷനുകളൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മെട്രോയിലെത്തി. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി. ഞങ്ങളുടെ കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ. മൊത്തത്തിൽ ചൈന നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് തന്നെ പറയാം, എല്ലാ തരത്തിലും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.